Hi friends, welcome to another video of St. Joseph Lace Boutique. Poverty നമ്മുടെ ഷോപ്പ് പാവർട്ടിയിലാണ് വരുന്നത്. പാവർട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗുരുവായൂർ അടുത്ത് 5 കിലോമീറ്റർ മാറിയിട്ട് പാവർട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സെന്റ് ജോസഫ് ലേസ് ബൊട്ടീക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ, ബോട്ടം മെറ്റീരിയൽ, ഷോൾ മെറ്റീരിയൽ ഫുൾ സെറ്റ് കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 400 രൂപ പ്രൈസ് വരുന്നുള്ളൂ. 400 റുപ്പീസിന്റെ അടിപൊളി ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഒരു പ്രിന്റ് കൊടുത്തിട്ട് അതിന്റെ കൂടെ എംബ്രോയിഡറി കൊണ്ട് കൊടുത്ത് എംബലിഷ്മെന്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി കളേഴ്സിൽ അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇപ്രാവശ്യം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നേരെ നമ്മുടെ കളക്ഷൻസിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡാണ്. വേറെ ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റില്ല, വെച്ചിരിക്കുകയാണ് മേത്ത്. അതിനകത്ത് ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ ടോൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു എംബലിഷ്മെന്റ് വന്നിട്ടുണ്ട്. ഫുള്ളി എംബലിഷ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഫുള്ളി കവേർഡ് ആവുന്ന തരത്തിൽ തന്നെ ആ വർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നെക്ക് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ഷോൾ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ഷോൾ ആണ്. ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ടോപ്പിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇറക്കത്തിൽ തന്നെ കുർത്തി തയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഒരു 46-47 ഇഞ്ചസോളം ഇറക്കത്തിൽ നിങ്ങൾക്ക് കുർത്തി തയ്ക്കാൻ പറ്റും. 3/4 സ്ലീവ് തന്നെ തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. നേരെ നമ്മുടെ കളക്ഷൻസ് നമുക്ക് കാണാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡിസൈൻ വേറെയാണ്, പ്രിന്റ് വേറെയാണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന എംബലിഷ്മെന്റ് വേറെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫാബ്രിക് പെയിന്റിംഗ് ടച്ച് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് ആ പ്രിന്റ്. അതേപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന എംബലിഷ്മെന്റ് അതിന് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സിൽക്കി ഫാബ്രിക്കിലാണ് ടോപ്പ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ്. അകലെ നിന്നുള്ള വ്യൂ പോയിന്റിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കളർ പലർക്കും തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. ഇനി എഡിറ്റിംഗിൽ വരുന്ന പ്രശ്നങ്ങളാണോ ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ തന്നെയാണ്, പിസ്ത ഗ്രീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഇതുപോലത്തെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിച്ച പോലത്തെ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 400 റുപ്പീസേ വരുന്നുള്ളൂ, 400 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ലാവൻഡർ കളർ ഷെയ്ഡാണ്. ഡാർക്ക് ലാവൻഡർ കളർ ടോണിൽ ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും അതുപോലെ തന്നെ ചെറിയൊരു ഓണിയൻ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പീച്ച് കളർ ടോൺ ആണ്. നല്ലൊരു ഡാർക്ക് പീച്ച് കളർ ടോണിൽ ഇതുപോലെ ലൈറ്റ് പീച്ച്, ഡാർക്ക് പീച്ച്, ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മിക്സപ്പ് ചെയ്തിട്ടുള്ള പ്രിന്റ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അതിൽ എംബലിഷ്മെന്റ് വന്നിട്ട് അതേ സെയിം തന്നെ കളർ ടോണിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡാർക്ക് പീച്ച് ടോൺ ആണ്. ഒരു മിനിറ്റ്, ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റ് പീച്ച് ടോൺ ഇതാണ് വരുന്നത്. ഡാർക്ക് പീച്ച് ടോൺ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെയാണ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സെയിം കളറാണെന്ന് ആരും വിചാരിക്കേണ്ട, രണ്ടും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് തന്നെയാണ്. ഇതിനകത്ത് ഡാർക്ക് പീച്ച് ടോണിൽ ഇതുപോലെ തന്നെ നല്ലൊരു ഗ്രേയിഷ് ടോണൊക്കെ ആയിട്ട് മിക്സപ്പ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ഒരു പെയിൽ ഗ്രീൻ കളർ ടോണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു എംബ്ലിഷ്മെന്റ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ രണ്ട് ഗ്രീനും തമ്മിൽ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ലൈറ്റ് ആണ്, ഇത് കുറച്ച് ഡാർക്ക് ആണ്. ഇതിനകത്ത് ഡിസൈനും വ്യത്യാസം വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഒലീവ് ഗ്രീൻ, ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ്. നമ്മൾ ആദ്യം കാണിച്ച ഒലീവ് ഗ്രീൻ അല്ല, അതിലും ചെറിയൊരു ടോണുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അകലെന്നുള്ള വ്യൂ പോയിന്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാക്ട് കളർ ഷെയ്ഡ് മനസ്സിലാവും. അല്ലാത്ത വർഷം കറക്റ്റ് കളറായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അടുത്ത് വന്നിട്ട് നല്ലൊരു ലൈറ്റർ ഗ്രേ ടോൺ ആണ്, അല്ലെങ്കിൽ സിൽവർ ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഷെയ്ഡാണ്. ഇതിനകത്ത് നല്ലൊരു ലാവൻഡർ കളർ ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു കോംബോ വന്നിരിക്കുന്നത്. കളർ ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഷോളും ബോട്ടവും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ്. ഷോള് സെയിം തന്നെ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബോട്ടവും ഇതിൽ തന്നെ സെയിം തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇതിനകത്ത് നെക്സ്റ്റ് വന്നിട്ട് ലൈറ്റ് ലാവൻഡർ ആണ്. നമ്മൾ നേരത്തെ ഡാർക്ക് ലാവൻഡർ കണ്ടു, ഇത് ലൈറ്റ് ലാവൻഡറിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഒണിയൻ കളർ മിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഷെയ്ഡിങ്ങിലാണ് ആ ഒരു വർക്ക് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ 400ന്റെ കളക്ഷൻസ് വന്നിരിക്കുന്നത്. ഒത്തിരി കളർ ഷെയ്ഡുകളിൽ ഒത്തിരി പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കളേഴ്സിൽ നമ്മൾ 400 റുപ്പീസിന്റെ ടോപ്പ് മെറ്റീരിയൽ വിത്ത് ബോട്ടം വിത്ത് ഷോൾ അങ്ങനെ ഫുൾ ട്രിപ്പിൾ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വേഗത്തിൽ തന്നെ പർച്ചേസ് ചെയ്യുക. വീഡിയോ മുഴുവൻ മിസ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. വരും വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.